പറശ്ശിനി വരും. അന്നേരം പറശ്ശിനിയോട് ചോദിക്കണം ജയിലിൽ എൻ്റെ പേരെന്തോന്നു. ഒളിപ്പിച്ച് വെച്ചിരിക്കുവോ കളി. ചിദംബരം മനസ്സിലായിരുന്നു അന്ന് എനിക്ക് ആരാന്ന് മനസ്സിലായില്ല. പിന്നെ അമ്മ പറഞ്ഞു മഞ്ഞൾ ബോയ്സിന്റെ ഡയറക്ടറാന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഒത്തിരി സന്തോഷമായി. ടോയ് ചേട്ടനായിട്ടുള്ള കുറച്ച് സീൻ കുറച്ച് ടഫായിട്ട് തോന്നിയ സീനൊക്കെ ഇപ്പം എനിക്ക് ഫസ്റ്റ് ടേക്ക് പോയി. ഇപ്പോൾ കുറച്ച് തെറ്റി കഴിയുമ്പോൾ നമുക്ക് ടെൻഷൻ വരും. അപ്പോൾ ആ ടെൻഷൻ വരുമ്പോൾ എനിക്ക് ടോയ് ചേട്ടൻ പറയും, എടാ മോനെ കുഴപ്പമില്ല, ശരിയാവും, എത്ര പറ്റും, അപ്പോൾ എത്ര പേടിക്കൊന്നും വേണ്ട, ഇതെല്ലാവരും ചെയ്യും. അപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു ടോയ് ചേട്ടൻ. 2012 കണ്ട് എനിക്ക് അതീ ഇത് ടൊയ്യങ്ങൾ മരിക്കുന്ന സീനല്ലേ ലാസ്റ്റത്തെ, അത് കഴിഞ്ഞിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ മിന്നൽ മുരളി മരിച്ചു പോയിരുന്നു. അന്നേരം അമ്മ പറഞ്ഞത് ആക്ടിങ് ആണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് അത് ചെയ്യണോ ഞാൻ അമ്മയോട് പറഞ്ഞു. ഇത് കണ്ണ് നോക്കിയിട്ടാണ്, കണ്ണാണ് ഇത് എക്സ്പ്രഷൻ എല്ലാം വേണ്ടത്. ഇത്രയും വലിയ സിനിമയിൽ അഭിനയിക്കാൻ അത് ഫസ്റ്റ് ഫിലിം തന്നെ എനിക്ക് ഒട്ടും ചിന്തിച്ചുമ്പോഴില്ല. ഞാൻ ഇങ്ങനെ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഇതെൻ്റെ ഒരു ഭാഗ്യം. നമസ്കാരം. ഇന്ന് മീഡിയ വൺ ഷോമോളിനോടൊപ്പം രണ്ട് പ്രത്യേക അതിഥികളുണ്ട്. ബാലൻ സിനിമയിലെ ബാലന്മാരായിട്ടുള്ള ആദിശേഷനും സിനാനുമാണ്. സോ വെൽക്കം ടു മീഡിയ വൺ ഷോമോൾ. വെൽക്കം മൈ ബോയ്സ്. പീക്കോ, എങ്ങനെയുണ്ട് പ്രമോഷൻ പരിപാടിയൊക്കെ? സൂപ്പറായിരുന്നു. എങ്ങനെയാ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആളുകളുടെ റെസ്പോൺസ്? അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്. എല്ലാവരും സപ്പോർട്ടായിരുന്നു. സപ്പോർട്ടായിരുന്നോ? കണ്ടിട്ട് എന്താ പറഞ്ഞു? അഭിനയത്തിനെ പറ്റി എന്താ പറഞ്ഞേ? അതിനെ പറ്റി നല്ലതെന്ന് പറഞ്ഞു. നന്നായിട്ട് തന്നെ പറഞ്ഞു. എങ്ങനെയുണ്ട് പ്രമോഷൻ പരിപാടിയൊക്കെ? പ്രമോഷൻ എല്ലാം അടിപൊളിയായിരുന്നു. ഇപ്പോൾ കുറേ സെലിബ്രിറ്റി കാണാൻ വേണ്ടി പറ്റി. ശരത് കുമാർ സാറിന് അടിപൊളിയാണെന്ന് പറഞ്ഞു. പിന്നെ സിദ്ധാർത്ഥ് സാർ, കുറച്ച് പേര്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഞാനേ ഗണപതി പ്രസ് മീറ്റിൽ പറയുന്നത് കേട്ടിരുന്നു ഓഡീഷനിലേക്ക് വരുന്നത് ആ സ്റ്റെപ്പ് കയറിപ്പോന്നൊക്കെ. അതെന്താ സംഭവം? അത് ഞാൻ വീട്ടിൽ ഒരു ദിവസം ഇരുന്നപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ചെറുപ്പം മുതൽ കുറേ സിനിമകൾ തിയേറ്ററിൽ പോയി കാണും. അപ്പോൾ എനിക്ക് പക്ഷേ എങ്ങനെയാണ് സിനിമയിലോട്ട് എത്തേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ എൻ്റെ ഏജിലുള്ള ഒരു പയ്യനെ തേടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ ആ പോസ്റ്റ് കാസ്റ്റിംഗ് കോളായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു നമ്പർ ഉണ്ടായി. അപ്പോൾ ആ നമ്പറിൽ ഞാൻ എൻ്റെ ഒരു ഫോട്ടോയും ആ പെർഫോമൻസ് വീഡിയോ എന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ ആ വീഡിയോയിൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് ഞാൻ ആ വീഡിയോ പറഞ്ഞപ്പോൾ തന്നെ എന്നെ ആ ദിവസം ഉച്ചയായപ്പോഴത്തേക്കും കളിച്ചേട്ടൻ വിളിച്ച് തേവരയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ടായി. അപ്പോൾ ആ സ്ക്രിപ്റ്റ് പഠിക്കാൻ വേണ്ടിയാണ് സ്റ്റെപ്പ് കയറി. 12 നിലയിലെ സ്റ്റെപ്പ് കയറി. ആ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിൽ? സ്ക്രിപ്റ്റ് പഠിക്കുന്ന ടെൻഷനായിരുന്നു? പഠിക്കണം, ഇത് കിട്ടണമെന്നായിരുന്നു. പീക്കോ, എങ്ങനെയാ സിനിമയിലേക്ക് വരുന്നത്? അത് ഞാനൊരു ദിവസം 2012 കണ്ട് എനിക്ക് അതീ ഇത് ടൊയ്യങ്ങൾ മരിക്കുന്ന സീനല്ലേ ലാസ്റ്റത്തെ, അത് കഴിഞ്ഞിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ മിന്നൽ മുരളി മരിച്ചു പോയിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു അന്നേരം അമ്മ പറഞ്ഞു അത് ആക്ടിങ് ആണെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എനിക്ക് അത് ചെയ്യണോ ഞാൻ അമ്മയോട് പറഞ്ഞു. ആക്ടിങ് ചെയ്യണമെന്ന് പറഞ്ഞു. ടോവിയങ്കളിനെ കണ്ടിട്ടാണ് ആക്ടിങ് ചെയ്യണമെന്ന് പറഞ്ഞത്. പിന്നെ സോന്തി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഇറങ്ങി കുറച്ച് മാസമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് മുത്തപ്പൻ്റെ അടുക്ക് കണ്ണൂർ വരുന്നു. പിന്നെ മുത്തപ്പൻ്റെ അടുക്കപ്പറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സിനിമ മുത്തപ്പൻ്റെ അടുത്ത് മുത്തപ്പൻ്റെ തല തൊട്ട് പറഞ്ഞ് നീ ആഗ്രഹിക്കുന്നിടത്ത് നിന്നെ കൊണ്ട് എത്തിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം വീട്ടിൽ വന്നിട്ട് അന്നേരം തന്നെ വിളിച്ചു, സിനിമയിലേക്ക് വിളിച്ചോ? ഓഡിഷനിലേക്ക് വിളിച്ചോ? സ്കൂളിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഇത് ടി വി കണ്ടിരിക്കുമ്പോഴാണ് അമ്മ എന്നോട് പറയുന്നത് ചിദംബരത്തിന്റെ സിനിമയിൽ എനിക്ക് ചാൻസ് കിട്ടിയിരുന്നു. ചിദംബരം ആയിരുന്നു മനസ്സിലായിരുന്നു? അന്ന് എനിക്ക് ആരാന്ന് മനസ്സിലായില്ല. പിന്നെ അമ്മ പറഞ്ഞു മഞ്ഞൾ ബോയ്സിന്റെ ഡയറക്ടറാന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഒത്തിരി സന്തോഷമായി. ഡയറക്ടർ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായിരുന്നു കുഞ്ഞിന്? ഡയറക്ടർ പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി. എത്ര ഹിറ്റായിട്ടുള്ള പടത്തിൻ്റെ ഒരു ഡയറക്ടർ എന്നെ വെച്ചിട്ട് പടം ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് അത്രയും വലിയ ഭാഗ്യം കിട്ടിയതുപോലെയായിരുന്നു. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഇതിലേക്ക് വരുന്നത്. ഓഡീഷൻ ഓർമ്മയുണ്ടോ? എന്താ സീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഡീഷന്? ആദ്യം രാത്രിയായിരുന്നു. രാത്രി എന്നെ കൊണ്ട്
എനിക്ക് ആ അമ്മയുടെ അടുക്കൽ പോകണമെന്ന് പറഞ്ഞ അച്ഛനോട് വാശി പിടിക്കുന്നില്ല. സീനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു തന്നെ ഗൺചേട്ടനാണ് വന്നത്. ആ തീർച്ചയായിട്ടും അച്ഛനായിട്ട് ആക്ട് ചെയ്ത് ഞാൻ മകനായിട്ട് ആക്ട് ചെയ്ത് ലാസ്റ്റ് അത് ശരിയായത് കൊണ്ട് എന്നെ അവിടെ ഇരുത്തിയിരിക്കുക. എന്നിട്ട് എനിക്ക് ജ്യൂസൊക്കെ തന്നു. അതായിരുന്നു ഫസ്റ്റ് ഓഡീഷൻ. ഗണപതി അച്ഛനായിരുന്നു, കുഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ ഗണപതിയുടെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. സിനാൻ എന്തായിരുന്നു ഓഡീഷൻ ആയിട്ടുള്ളത്? എനിക്ക് ഓഡീഷനിൽ തന്നത് ഒരു ആപ്പിൾ കട്ട് ഒരു പയ്യനെ സെല്ലി പിടിച്ച് കേൾക്കുന്ന ഒരു പരിപാടിയാണ് തന്നിട്ടുണ്ടായിരുന്നു. മോനിപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോൾ 14. ഏത് വയസ്സിലായി സിനിമയിലേക്കുള്ളൊരു? എനിക്ക് ശരിക്കും ഞാൻ ഫസ്റ്റ് തിയേറ്ററിൽ പോയി കാണുന്ന 7th Day എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞാൻ അങ്ങോട്ട് എനിക്ക് തിയേറ്ററിൽ പോയി പടം കാണണമെന്നായിരുന്നു ഏറ്റവും വലിയ ഇഷ്ടം. അതായത് നല്ല രസമാണ് തിയേറ്ററിൽ പോയി കാണാൻ. എന്റെ സൗണ്ടൊക്കെ കേട്ടിട്ടായിരിക്കും 10 നേരം AC-ലിരുന്ന് സൗണ്ടൊക്കെ കേട്ട്. അപ്പോൾ പിന്നെ എനിക്ക് അഭിനയിക്കാം, പക്ഷേ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇങ്ങനെ എത്തുമെന്നായിരുന്നു എനിക്കറിയാം പാടില്ലാത്തത്. ഓക്കെ, ഫ്രണ്ട്സൊക്കെ എന്താ പറഞ്ഞാൽ കണ്ടിട്ട്? ഫ്രണ്ട്സിനൊക്കെ അടിപൊളി. അവരൊക്കെ ഇങ്ങനെ ഇത്ര അടിപൊളിയായിട്ട് ചെയ്ത് എല്ലാവർക്കും ഭയങ്കര. ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഫാമിലി ഇത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ പോയി നോക്ക്, കിട്ടണമെങ്കിൽ പോയിക്കോ എന്നുള്ളൊരു മൈൻഡായിരുന്നു. പീക്കുവിന്റെ ലൊക്കേഷനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതായിരുന്നു ചെയ്യാനായിട്ട്? പെട്ടിലോറിയിലിരുന്നിട്ട് ഇങ്ങനെ എടുത്ത് താഴെ ഇറക്കില്ല, പിന്നെ അതും പിന്നെ മറ്റേ ഫ്ലാറ്റ് കൂടി ഇങ്ങനെ ഇറക്കത്തില്ലേ ഇത്, അത് അങ്ങനത്തെ സീനൊക്കെയാണെങ്കിൽ സിമ്പിൾ. അത് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പം സെക്കൻഡ് ഹാഫ് വരുന്ന സമയത്ത് കോമ്പിനേഷൻ സീൻസ് ആണ് വരുന്നത് ടൊവിനോടായിട്ടുള്ള. നല്ല എനിക്ക് തോന്നുന്നു ആദ്യത്തെ സിനിമയിലേക്കുള്ള ഒരു എൻട്രിയാണ്. കോമ്പിനേഷൻ സീനിൽ ടൊവിനോയായിട്ടാണ് കിട്ടുന്നത്. എന്തൊക്കെയായിരുന്നു അവിടുന്ന് പഠിക്കാനുണ്ടായിരുന്നത്? അവിടുന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ടായി. എനിക്ക് ഇപ്പോൾ ടോവിച്ചേട്ടനായിട്ടുള്ള കുറച്ച് സീൻ, കുറച്ച് ടഫായിട്ട് തോന്നിയ സീനൊക്കെ ഇപ്പം എനിക്ക് ഫസ്റ്റ് ടേക്ക് പോയി. ഇപ്പോൾ കുറച്ച് തെറ്റി കഴിയുമ്പോൾ നമുക്ക് ടെൻഷൻ വരും. അപ്പോൾ ആ ടെൻഷൻ വരുമ്പോൾ എനിക്ക് ടോവിച്ചേട്ടൻ പറയും, എടാ മോനെ കുഴപ്പമില്ല, ശരിയാവും, എത്ര പറ്റും, അപ്പോൾ എത്ര പേടിക്കൊന്നും വേണ്ട, ഇതെല്ലാവരും ചെയ്യുന്ന സീനാണ്. അപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു ടോവിച്ചേട്ടൻ. പീക്കുവിനെ ആദ്യമായിട്ടല്ലേ കാണുന്നത്? പീക്കുവിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എന്താ തോന്നി? പീക്കുവിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ ഇവന്റെ ഷോർട്ട് ഫിലിമൊക്കെ കണ്ട് എനിക്ക് അറിയാം അഭിനയിക്കുന്നുള്ളത് അറിയാം. ചിദംബരങ്ങളെ എന്താ പറഞ്ഞതെന്ന് അഭിനയിക്കുന്ന എനിക്കത് സാറ് സാർ എന്താ പറഞ്ഞതെന്ന് അഭിനയിക്കുന്ന സാർ, എടാ ഇത് ചിരിക്കുന്ന ടൈമിന് കണ്ണ് ഇത് സന്തോഷം, ഇത് കണ്ണിലും അത് കാണണമെന്ന് പറഞ്ഞ്, ഇത് കണ്ണ് നോക്കിയിട്ടാണ്, ഇത് കണ്ണാണ്, ഇത് എക്സ്പ്രഷൻ എല്ലാം വേണ്ടത് കണ്ണിലാണ് വരേണ്ടത്. അങ്ങനെ പറഞ്ഞു തന്നെ ഞാൻ കരണ്ടപ്പോ അതെല്ലാം പറഞ്ഞു. പിന്നെ ചിരിക്കുമ്പോ ഉണ്ടല്ലോ, അതെങ്ങനെ ചിരി വരാത്തപ്പോ കോമഡി ഒന്നും പറയാതെ ചിരി എത്തുന്നു, ചിരി വരുന്നതും പറഞ്ഞു. ഇത് അങ്ങനെ കുറെ പിടിച്ചിട്ടുണ്ട്. പീക്കുവിന് ഒരുപാട് പേരുകൾ പറയുന്നുണ്ടല്ലോ സിനിമയ്ക്കകത്ത്. പീക്കുവിന് ഇഷ്ടപ്പെട്ട പേര് ഏതായിരുന്നു? അഭിജിത്ത് കുമാറും പിന്നെ വസുദേവും. ഈ അഭിജിത്ത് കുമാർ എന്ന് പറയുന്ന ആ ചായക്കടയിൽ അപ്പനെ നോക്കിയിട്ട് പറയുന്ന സീനില്ലേ, അതൊന്ന് പറയോ? അതേപോലെ ക്യാമറ നോക്കിയിട്ട് പറയാം, ചുമ്മാ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സിനാനെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ സിനാന്റെ ഏറ്റവും ചെറിയ പ്രായത്തിലാണ് ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവുന്നത്. ഇത്രയും വലിയ സിനിമയിൽ അഭിനയിക്കാൻ അത് ഫസ്റ്റ് ഫിലിം തന്നെ എനിക്ക് ഒട്ടും ചിന്തിച്ചുമ്പോഴില്ല. ഞാൻ ഇങ്ങനെ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായില്ല. പക്ഷെ ഇതെൻ്റെ ഒരു ഭാഗ്യം ആയിട്ട് തോന്നുന്നത്. അമ്മ എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ റിലേറ്റബിൾ ആയിരിക്കും. എത്രത്തോളം ആ ഒരു സിനിമയുമായിട്ട് എത്രത്തോളം കണക്ഷൻ ഉണ്ട് പേഴ്സണൽ ലൈഫ് കൂടെ എടുക്കുകയാണെങ്കിൽ? എനിക്കും അമ്മക്കും ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു സിനിമ എനിക്ക് അബ്ബയായിരുന്നു. അബ്ബയുടെ ഒരു കണക്ഷനാണ് അബ്ബയായിട്ടായിരുന്നു കൂടുതൽ. പീക്കോ, നമുക്ക് മറ്റേ പാട്ട് പാടിയാലോ? ഒരു പാട്ട് പാടിത്തരോ? നമുക്ക് താക്കോല് പാടിത്തരോ? കുറച്ചൊക്കെ അറിയും, കുറച്ച് മതി. കണ്ടോ കണ്ടോ താക്കോല്, കുഞ്ഞൻ തവളയുടെ താക്കോല്, നാട്ടിൽ തെണ്ടി നടക്കുമ്പോ കാണാതായൊരു താക്കോല്, കാണാതായൊരു താക്കോല്. യൂണിഫോം ഒക്കെ ബാഗിലിട്ട് വെക്കുന്നില്ലേ? ആ സീൻ എങ്ങനെയായിരുന്നു ചിതു സാറ് പറഞ്ഞു തന്നത്? അത്
അതിനെപ്പറ്റി ആദ്യം ഞാൻ അറിഞ്ഞില്ല ഇവർ ഈ ബാഗ് കൊണ്ട് അവിടെ വെച്ച കാര്യമൊന്നും. ആ എന്നിട്ട് പിന്നെ ജീനങ്ങൾ അത് എടുക്കുന്ന കാണുമ്പോഴാണ് പിടികിട്ടുന്നത്. പറ്റിച്ച് പീക്കൂന അവര്. ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു, പീക്കുനോട് പറഞ്ഞില്ല. ആ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അവരത് അവിടെ കൊണ്ട് വെക്കുന്നത്, എടുക്കുന്നൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ലാസ്റ്റ് ആകുമ്പോഴേക്കും ഉണ്ടല്ലോ മറ്റേ ഈ ഓടിക്കുന്ന സീൻ ഉണ്ടല്ലോ, ആ അത് 10 ടേക്കാ ഞാൻ കളഞ്ഞു. എന്താ അറിയാമോ, എനിക്ക് സ്പീഡിൽ ഓടിയിട്ടുള്ള ശീലമുണ്ട്. ശീലം ഉണ്ടോ? ആ ആ ഈ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നില്ലേ, അന്നേരം ഇതിന് ഈ ഓട്ടത്തിനുള്ള ട്രെയിനിങ് ഇത് ശരിക്കും ഇവർ പറഞ്ഞിട്ട് ജീവങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫാസ്റ്റ് ആയിട്ടൊന്ന് ഓടി ക്യാമറയുടെ അപ്പുറത്ത് വരും. മറ്റേ വിഷം കൊടുക്ക അമ്മയെന്ന് പറയുന്നില്ല ഒരു സീന്, അതൊന്ന് പറഞ്ഞേ. വിഷം കൊടുക്കമ്മ എവിടെ കള്ള എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ. ഈ സീനില്ലേ നമ്മളെ ലൊക്കേഷനിൽ ഏറ്റവും ബോറടിച്ച സീൻ ഏതായിരുന്നു? ബോറടിച്ചത് ചെയ്യുന്ന സമയത്ത് ഇത് എത്ര ടേക്ക് പോയി ഇത് എന്ന് പറഞ്ഞ മറ്റേ മിച്ചറും തിന്നുകൊണ്ട് വരുമ്പോ ഇങ്ങനെ ഞെട്ടത്തില്ല, അത് കുറെ വട്ടം പോയോ? അത് കുറെ വട്ടല്ലേ ബോറടിച്ച്. ബോറടിച്ച്. അമ്മച്ചുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് സൂപ്പർ ആയിരുന്നു, സിനിമയിലെ പോലെ തന്നെ. അത് ഒരു മാറ്റമില്ല, സിനിമയിലെ പോലെ തന്നെ ഇഷ്ടമായത്. ഫ്രണ്ട്സിനോട് ഇപ്പൊ 2ാം ക്ലാസ്സിലല്ലേ മോൻ പഠിക്കുന്നേ, ആ ഫ്രണ്ട്സിനോട് പറഞ്ഞിരുന്നോ സിനിമ ചെയ്യാൻ വേണ്ടി പോവാന്ന്? അവന്മാരോട് പറഞ്ഞിട്ടില്ല, ചൂസാറ് പറഞ്ഞിട്ടുണ്ട് ഇത് എവിടെയാണെന്ന് പറയില്ല, പറയരുതെന്ന് പറഞ്ഞോ? പക്ഷെ എന്റെ സാറിനും ടീച്ചറിനൊക്കെ അറിയാം. അറിയായിരുന്നു. മോനിപ്പോ ക്ലാസ്സുകൾ മിസ്സായില്ലേ, അപ്പൊ അവര് പഠിപ്പിക്കുന്നുണ്ടോ അത്? അങ്ങനെയൊന്നും പഠിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ, ആ എനിക്ക് അവര് പറയും ഈ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ മാർക്കൊക്കെ അവര് പറഞ്ഞു തന്നിട്ട് ഞാൻ എഴുതുക. മാക്സിമം പറയണ്ടല്ലോ, അതൊന്നും എനിക്ക് സിമ്പിളാ. ഒരു ലൊക്കേഷനിൽ കുറെ ഫ്രണ്ട്സിനെ കിട്ടിയെന്ന് തോന്നുന്നല്ലേ, റീലൊക്കെ എടുത്ത് വൈറലായിരുന്നല്ലോ. ലൊക്കേഷനിൽ ഫ്രണ്ട്സിനെ കിട്ടിയോ? എന്താ ഗേൾ ഫ്രണ്ടിന്റെ പേര്, കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്ന കുട്ടീന്റെ പേര്? അവളുടെ പേര് ഇവൻഷിക, പിന്നെ ബെസ്റ്റ് ഇവരും ഇവളും പിന്നെ വസുദേവും ഇല്ലേ, അവർ രണ്ടുപേരുമാണ് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ആ കുട്ടിയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ലൊക്കേഷൻ ഉണ്ടായിരുന്നത്. ആ ഇവർ രണ്ടുപേരും. ചിതു സാർ ആരോടും ഞാൻ ആ മരിക്കുന്ന സീനി ഉണ്ടല്ലോ, പറശ്ശാനി മാത്രം ഞാൻ ഇത് ഇടവേള കിട്ടുമ്പോൾ ഞാനും വസുദേവും സിനിമ ചേട്ടൻ ഞങ്ങൾ രണ്ടും കൂടി അവിടുത്തെ കൽപ്പട്ടം കണ്ടെടുത്തിട്ട് വെടിയുണ്ട കയറ്റില്ല ഓരോന്ന്. ഞാൻ സിനിമ ചേട്ടനെ നേരെ വയ്ക്കും, അന്നേരം അവൻ എൻ്റെ നേരെ വയ്ക്കും, അന്നേരം സിനാൻ ചേട്ടൻ അവൻ്റെ നേരെ വെക്കും. അപ്പൊ ലൊക്കേഷനിൽ നിങ്ങൾ രണ്ടുപേരോട് കളി തരുന്നു. അതാണ് സിനാൻ ചേട്ടായുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷനിൽ മോന് കണ്ട സീൻ ഏതായിരുന്നു? ലൊക്കേഷന് മറ്റേ 2 സീനുണ്ട് റിസോർട്ടിൽ ചെയ്ത്, അത് പറയുന്നു. മറ്റേ സിനാൻ ചേട്ടൻ ഓടിപ്പോകുന്ന സീനില്ലേ, അവസാനത്തെ സീന്. ആ അവസാനത്തെ ഇങ്ങനെ ഓടിച്ചോ അത് സീനാണ്. ആ ഓടുമ്പോ ഒരു കാർഡ് കാണിക്കത്തില്ല, അതാണ് ഈ ഡയറക്ടറൊക്കെ താമസിച്ച ഹോട്ടൽ റൂമിന്റെ അടുക്കലാണ് അത്. അതിന്റെ അപ്പുറത്തൊരു പാലുണ്ട്, അതിലും വഴി കയറിയാണ്. ആ ഒരു ഓടുന്ന സീനാണ് ആദ്യം ഇഷ്ടപ്പെട്ടത്. പിന്നെ വേറെ ഒരു സീനാണുള്ള രണ്ടാമത്തെ സീൻ? രണ്ടാമത്തെ മറ്റേ ടൊയങ്കള പോലീസ് പിടിക്കുമ്പോ കൊള്ളത്തില്ല. പീക്കുനിനെ ആരോട് അഭിനയിക്കാനാണ് ഏറ്റവും ഇഷ്ടം? ടൊവിയങ്ങളിനോട് താല്പര്യം, ടൊവിയങ്ങളിനെ കണ്ടിട്ട് ആ സിനിമയിലേക്ക് വന്നേ. ഇനി ആരോട് അഭിനയിക്കാനാണ് പീക്കുന് ഇഷ്ടം? എനിക്ക് ലാലേട്ടനും മമ്മൂക്കയും. ലാലേട്ടനും മമ്മൂക്കയും അവരുടെ കൂടെ അഭിനയിക്കണം എന്നാണ്. സിനാനിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ധനുഷ് സാറിൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒറ്റ ആൻസർ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ചിദംബരം ഒരുപാട് ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും, സിനാനെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ആയിട്ടായിരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടാവുക. ചിതു സാർ ഇപ്പോൾ സ്ക്രിപ്റ്റ് ആദ്യം നമ്മൾ സ്ക്രിപ്റ്റ് പഠിക്കും. അപ്പോൾ സ്ക്രിപ്റ്റ് ഇങ്ങനെ അതീ തരുന്ന പോലെയല്ലേ സ്ക്രിപ്റ്റ്, ലൊക്കേഷൻ വരുമ്പോൾ ചെറിയ ഇതൊക്കെ ഉണ്ടാവും. അപ്പം എന്നോട് ആദ്യം പറഞ്ഞ് കാണാപ്പാടം പഠിക്കണ്ട, വെറുതെ മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ നമുക്ക് അടുത്തിരുത്തി ചെയ്യണതിന് മുമ്പ് ചിതു സാർ ഭയങ്കര പറഞ്ഞു തരുന്നത് ഇതുപോലെയാണ് നമുക്ക് അവിടെ പോയി ചെയ്യേണ്ടത്, കൈ നിട്ടണമെങ്കിൽ കൈ നിട്ടു നമുക്ക് ശരിയാക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ചിതു സാർ ഇടുന്നത്. ജീൻ പോളിനോടും വരുന്നുണ്ട്. ജീൻ പോളിന്റെ ഒരു ജീൻ ചേട്ടനാണെങ്കിൽ അടിപൊളിയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ജീൻ ചേട്ടനും ഒരുപാട് സപ്പോർട്ട് ചെയ്തതുണ്ട്. പിന്നെ ആ സെറ്റിൽ ഇപ്പൊ ഓരോ ആൾക്കാരും ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ ചന്തുചേട്ടന്റെ അടുത്തേക്ക് പോകുമ്പോ ചന്തുചേട്ടൻ പറയും ഇത് നീ ഒന്ന് ട്രൈ ചെയ്ത് അതുപോലെ ഒന്ന് ചെയ്യാൻ വേണ്ടി പറയും. ഓരോ അത് നല്ലതായിരിക്കും. ഗണിച്ചേട്ടനായാലും എല്ലാവരും ഓരോരോ ടിപ്സ് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. ഇതുവരെയുള്ള ലൈഫിൽ നിന്ന് എന്ത് ഡിഫറൻസ് ആണ് ബാലൻ എന്ന സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് മോനുണ്ടായിട്ടുള്ളത്? ഒരുപാട് പേര് പടം കണ്ട് നമ്മളെ അറിഞ്ഞു. ഇപ്പോൾ
ശരത് കുമാർ സാറിനൊന്നും കാണാൻ പറ്റുമെന്ന് തന്നെ ഞാൻ ചിന്തിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യം. എല്ലാ ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ കണ്ടു, കുറേ ഫുഡ് അങ്ങനെ. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. ഈ ഗണപതിക്കാണോ ആദ്യമായിട്ട് ഓഡീഷൻ അയച്ചു കൊടുക്കുന്നത്? അതിന് മുന്നേ എന്തെങ്കിലും ഓഡീഷന് വർക്ക് ചെയ്തിട്ടോ പോയിട്ടുണ്ടോ? ഇല്ല ഇല്ല. ആദ്യത്തെ ഷോർട്ട് ഫിലിം എങ്ങനെയായിരുന്നു? അപ്പോൾ ഷോർട്ട് ഫിലിം ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇങ്ങനെ വല്ല സിനിമയിലോട്ടൊക്കെ കയറണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതായത് ഞാനിപ്പോൾ പഴയ ആക്ടേഴ്സിൻ്റെ ആയാലും ഇൻ്റർവ്യൂസ് ഒക്കെ നോക്കിയ ടൈമിൽ അവരും ചെയ്തിട്ടുണ്ട് കുറേ ഷോർട്ട് ഫിലിംസ് ആയാലും. അപ്പോൾ ഞാനും എൻ്റെ കുറച്ച് കൂടെയുള്ള കൂട്ടുകാരന്മാർ വെച്ച് അതിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എനിക്കും സിനിമയിൽ അഭിനയിച്ചാൽ ഫാമിലി സപ്പോർട്ടായിരുന്നു. ഈ കുഞ്ഞു പ്രായത്തിൽ എങ്ങനെ ഷോർട്ട് ഫിലിം എടുക്കാൻ വരും? അപ്പൊ അവരുടെ ഭാഗത്ത് ഷോർട്ട് ഫിലിം ഒന്നും അവര് വലിയ മൈൻഡ് ആക്കിയില്ല. പക്ഷെ നമുക്കൊരു പ്രൊഡക്ഷനും മറ്റു സാധനങ്ങൾ അത് വളരെ നോർമലായിട്ട് പോയിട്ടുള്ള വലിയ ഫണ്ടൊന്നും സിമ്പിളായിട്ട് കുറച്ച് ഫ്രണ്ട്സിനെ വെച്ച് ഞാൻ തന്നെ ഒരു പരിപാടി. അപ്പൊ അവരൊക്കെ ഇപ്പൊ അതിനകത്ത് അഭിനയിച്ചവരൊക്കെ എന്താ പറഞ്ഞിരുന്നത്? അവർക്കൊക്കെ ഭയങ്കര സന്തോഷം, അവരൊക്കെ ഫിലിം കണ്ട് ഇഷ്ടമായി. ഓക്കെ, ആരോടാണ് ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിട്ടുള്ളത് ഈ സിനിമ ഇങ്ങനെ ഒരു കഥാപാത്രത്തിന്? താങ്ക്ഫുള്ളായിട്ട് എനിക്ക് പറയാനുള്ളത് ഗണിച്ചേട്ടനോടാണ്. ഗണിച്ചേട്ടനാണ് എന്നെ ഇതിലോട്ട് വിളിച്ചത്. അതുപോലെ തന്നെ ചിത്തി സാർ, ചന്തു ചേട്ടൻ, വിഷ്ണു ചേട്ടൻ, കുറേ ആ സെറ്റിലുള്ള എല്ലാവരും അതിനായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു, ഇതുപോലെയായിരുന്നു. പീക്കു തെലുങ്കിലൊക്കെ പോയിട്ട് പറഞ്ഞു എൻ്റെ അമ്മയാണ് എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പീക്കുവിന് ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള ഈ സിനിമയിലേക്ക് വരാൻ? ഇത് ഗണിച്ചേട്ടനോടും ശിവസാറിനോടും എൻ്റെ അമ്മയോടും അച്ഛനോടും. ഇവരാണ് എനിക്ക് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേറെ ഇത്രയും വലിയ സപ്പോർട്ട് കാരണം എനിക്ക് ഇത്രയും വലിയ ഒരു കാര്യത്തിൽ എത്താൻ തന്നെ പറ്റിയത്. അവരോടൊക്കെ എനിക്ക് നന്ദി പറയണം. ഈ സിനാൻ ചേട്ടൻ എന്തെങ്കിലും കുറുമ്പ് പറയാവോ? നമുക്ക് ഷെയർ ചെയ്യാവോ? സിനാൻ ചേട്ടൻ നിങ്ങളോട് പറ്റിച്ച എന്തെങ്കിലും കാര്യം ലൊക്കേഷൻ അല്ല ഇവിടെ കൊണ്ടൊരു പറ്റിക്കൽ ചെയ്തിട്ടുണ്ട്. എവിടെ വെച്ചിട്ടാ? ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞായിരുന്നു ഗ്രാനിയുടെ കാര്യം. എന്നിട്ട് അത് ഡൗൺലോഡ് ആക്കിയിട്ടുണ്ടല്ലോ. ഞാൻ അത് ഇത് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞ എന്നിട്ട് പകുതി വെച്ച് നിർത്തിയതാ. ഒരു പ്രേതയമ്മ ഗ്രാനിയും ഗ്രാൻഡ് ബേ ഉണ്ട്. ആ ഗ്രാൻഡ് ബേയുടെ അടുക്കൽ ചെന്ന് നമ്മളെ തല്ലിക്കൊല്ലും. അതാണ് ഗെയിമിലുള്ളത്. അയാളുടെ കയ്യിലാണ് ഈ വെപ്പൺ കീ. ആ വെപ്പൺ കീ കിട്ടിക്കഴിഞ്ഞാൽ തോക്കെടുക്കാം. ആ തോക്ക് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടിന്റെ നെഞ്ചത്ത് തുള വീഴ്ത്താൻ പറ്റും, രണ്ടിനെ കൊല്ലാം. പക്ഷേ ഇത് ഡൗൺലോഡ് ഇത് കളഞ്ഞു. എന്താണ് ദ്രോഹമാണ് ഞാൻ കുട്ടീനോട് ചെയ്തിട്ടുള്ളത്? മാത്രമല്ല ഗ്രാനി ഒരു തവണ ഡൗൺലോഡ് ആക്കിയെന്ന് പറഞ്ഞ് പറ്റിച്ചു. വീണ്ടും ഞാൻ കളിച്ചപ്പോ ഉണ്ടല്ലോ, ഞാൻ കുഞ്ഞിരിക്കുക ഗ്രാനിയെ കണ്ട്, അല്ലെങ്കിൽ അവള് കൊല്ലുമെന്ന് എനിക്കറിയാം. ഗ്രാനിയെ കണ്ട് കുഞ്ഞിരിക്കുമ്പോഴേക്കും ഈ ചേട്ടൻ എണ്ണീപ്പിച്ചിരിക്കുന്നു. അവളെ കൊന്നു. ഇരുട്ടത്ത് കുഞ്ഞിരിക്കുമായിരുന്നു, അവളൊന്നും കണ്ടില്ല. അവൻ്റെ മുൻപേ നിൽക്കും, ആരെങ്കിലും വന്നു നോക്കി. അവൾ താഴെ അവളിപ്പോൾ പോകാൻ നിൽക്കുമായിരുന്നു, സ്പോട്ടിൽ തന്നെ എണ്ണീപ്പിച്ചു. അത് ചെയ്തത് മോശമായിട്ട് എനിക്ക് മനസ്സിലാവോ വിചാരം? അവൻ എത്രത്തോളം അത് സങ്കടപ്പെട്ട എന്തിനാ സിനാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ സോറി. പക്ഷെ മനസ്സിലാട്ടോ, ഞങ്ങളെ തള്ളുന്ന സീൻ ശരിക്കും ഞാൻ ചേട്ടനെ പിടിച്ച് തള്ളി. ഇതില് ഞാൻ ടോയ്ച്ചേട്ടനാ ഒന്ന് ജസ്റ്റ് തള്ളണം. അപ്പൊ ഇവനിക്ക് ടോയ്ച്ചേട്ടന് ഭയങ്കര ജീവനായതുകൊണ്ട് ആ സീൻ ചെയ്തു വന്നപ്പോ തന്നെ ഇവൻ എന്നെ പിടിച്ച് തള്ളി. ആണോ? ഇവിടെ പിടിച്ചിട്ട് തള്ളി അങ്ങ് ഇരുത്തി. ടോവിനോയുടെ കടുത്ത ആരാധകനാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? എന്തായിരുന്നു ഇൻസ്പിറേഷൻസ് സിനിമയിലേക്ക് വരാനുള്ള? ആരെ കണ്ടിട്ടാണ് ഇതേപോലെ എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടോ? എനിക്ക് ഇൻസ്പിറേഷൻ, എനിക്ക് മലയാള സിനിമ, എനിക്കൊരു സിനിമയിൽ അഭിനയിച്ചാൽ മതി. എനിക്ക് എല്ലാ സിനിമയും ഇഷ്ടമാണ്, എല്ലാ ആക്ടേഴ്സിനെയും ഇഷ്ടമാണ്. എനിക്ക് അഭിനയിക്കണം എന്നൊരു ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ ചെന്നു. വിജയ് സാറാണ്. വിജയ് സാറാണ്. വിജയ് സാറാണ്. ഇപ്പോൾ പീക്കുൻ്റെ ഞാൻ ചോദിച്ചിട്ടുണ്ടാവില്ല, പീക്കുൻ്റെ അഭിനയം കണ്ടിട്ടുണ്ടാവുമല്ലോ അവിടെ നിന്ന്, ലൊക്കേഷൻ വെച്ച് കണ്ടിട്ടുണ്ടാവും. അവനെ സംബന്ധിച്ച് അവൻ ഈ കഥയൊന്നും പറഞ്ഞിട്ടായിരിക്കില്ല ഇത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, ഇതുവരെയും ഒന്നും മനസ്സിലായിട്ടില്ല അല്ലേ?
സത്യം പറയണം, നിനക്ക് മനസ്സിലായില്ലേ? ഒന്നുമില്ല, എനിക്ക് ഈ സിനിമ ചേട്ടാ പറയത്തില്ലേ പിടിച്ചു കൊടുക്കാന്നൊക്കെ പറയുന്നത്. ഒന്ന് നേരെ ഇരിക്കും സാർ. ആ പറയുന്ന മുതല് ഈ പിടിച്ചോണ്ട് വന്ന പോലെ ഉണ്ടല്ലോ, അതുവരെ തലയിരിഞ്ഞു വന്ന പോലെ എനിക്ക് തോന്നുന്നു. എനിക്കൊരു ചേച്ചിയുണ്ട്, കുഞ്ഞിലും കൊണ്ട് കൂട്ടു തുടങ്ങിയ, അംഗനവാടി ആക്കിയപ്പോ തുടങ്ങിയ കൂട്ടാ. അൻസറി എന്നാ പേര്. അന്നേരം ഞങ്ങള് ഇതാരോടും പറയല്ലെന്നാണല്ലോ, അന്നേരം എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയത് കാരണം പറഞ്ഞു ഞാക്കേട്. ഇപ്പൊ 2ലാണ്, പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല ഇത് 2ലാ പോകുന്നു. ലാസ്റ്റ് അൻസറേക്കോട് പറഞ്ഞു, അൻസറൊക്കെ ഞാൻ ഇനിയൊരു പടത്തി എണീക്കുന്നുണ്ടെന്ന് അൻസറേക്കോട് മാത്രം പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഇത് സീക്രട്ട് ആയി വെക്കണം, നമ്മുടെ സ്കൂളിൽ ആരോടും പറയാൻ പാടില്ലെന്ന്. അൻസറൊക്കെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അൻസറൊക്കെ ഇപ്പൊ 2ലായിരുന്നു. എടാ നീ 2ലല്ലേടാ? അൻസറൊക്കെ അന്ന് 2ല്. ഇന്ന് ഞാൻ 2ല്. ഓക്കെ, എന്നിട്ട് അൻസറൊക്കെ ആരോടെങ്കിലും പറഞ്ഞു? അത് അൻസറൊക്കെ അത് ആരോടും പറഞ്ഞില്ല, സീക്രട്ട് ആയിട്ട് വെക്കാൻ പറഞ്ഞത്. കാരണം ഞങ്ങളുടെ അമ്മയെ പ്രോമിസ് വെച്ചു. അനുശ്രീയൊക്കെയായിട്ട് പ്രോമിസ് വെച്ച്. അനുശ്രീക്ക് ആ പ്രോമിസ് തെറ്റിച്ച് വന്നിട്ട് ഇതുവരെയായിട്ട് തെറ്റിച്ചിട്ടില്ല. ഈ സിനിമയുടെ കഥ ചിതു സാർ ആരോടാ പറയുന്നേ? ചിതു സാറോ? ഈ സിനിമയുടെ കഥ ആരോടും പറഞ്ഞിട്ടില്ല. സിനിമ എനിക്ക് പോലും മനസ്സിലായിട്ടില്ല, പിന്നെ ആരോട് പറഞ്ഞ ആർക്ക് തലേ കയറാനോ? കഥയല്ല, കഥാപാത്രത്തിന്, മോന്റെ കഥാപാത്രത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ശരിക്കുള്ള പേര് എനിക്കറിയത്തില്ല. കഥാപാത്രത്തിനെ പറ്റി അല്ല, ജയിലുള്ളത്. ജയിലുള്ള അല്ലാണ്ട് ഈ കഥാപാത്രത്തിനെ പറ്റി വിശദീകരിച്ചു ഡയലോഗ് ഒക്കെ പറഞ്ഞു കൊടുക്കൂലേ? അതൊക്കെ ആരെടുത്താ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നേ? പർസുവഞ്ചി വരും, അന്നേരം പർസുവഞ്ചിയോട് ചോദിക്കണം ജയിലിൽ എന്റെ പേരെന്ന് തോന്നി, ഒളിപ്പിച്ച് വെച്ചിരിക്കുവോ കളി. കഥാപാത്രത്തിനെ പറ്റി പറയുന്നുണ്ടാവുമല്ലോ, ഈ കഥാപാത്രത്തിനെ പറ്റി ഫസ്റ്റ് കേൾക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നൊരു? വണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കും. ഞാൻ ഫസ്റ്റ് സെറ്റിലോട്ട് പോകുമ്പോഴാണ് എനിക്ക് ഇതിന്റെ കാര്യങ്ങൾ ഇതുപോലെയാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു അമ്മയും മോൻ്റെ പരിപാടിയാണ്, ഇതാണ് നീ ചെയ്യുന്നത്, അപ്പൊ വരും നീ തുടങ്ങുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക്. ഈ കഥാപാത്രത്തിൽ നമ്മൾ പ്രാക്ടീസ് ഒക്കെ ഉണ്ടാവില്ല, കണ്ണാടിയുടെ മുന്നിൽ പ്രാക്ടീസ് ചെയ്യുന്നത്? ഇല്ല, എനിക്കും ബീക്കോനും പ്രൊഡക്ഷൻ ഹൗസിൽ ആക്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഒരു 2-3 ആഴ്ച. വർക്ക്ഷോപ്പ് നന്നാക്കുന്ന സാധനമില്ലേ, ഇത് ട്രെയിനിങ് ആണില്ലേ. ഫസ്റ്റ് സീൻ ഏതായിരുന്നു എനിക്ക് അഭിനയിക്കാൻ തന്നത്? അതെ, അല്ല ലൊക്കേഷനിൽ ചെന്നിട്ട് ഫസ്റ്റ് സീൻ ഞാൻ ആ വീട്ടിലോട്ട് ചെല്ലണത്, ആ ബസ് ഇറങ്ങി കുഞ്ഞിന്റെ ഫസ്റ്റ് സീൻ ഏതായിരുന്നു? എനിക്ക് ഫസ്റ്റ് സീനാണ് ജയിലിൽ, ഇത് ഏതാന്ന് ഓർക്കുന്നില്ല, മറ്റേ ജീപ്പ്, മറ്റേ ഇതില്ലേ ഇടുക്കിയിലല്ലേ മറ്റേ ബീച്ചില്ലേ, അവിടെ ഇരിക്കുന്നത്, അവിടെ എനിക്ക് മറ്റേ ഇരിക്കുന്നത് എടുത്ത് സീൻ എടുത്തത് അതായിരുന്നു ഫസ്റ്റ് സീൻ. അതല്ല, മറ്റേ ബീച്ച് ഇങ്ങനെ നിക്കത്തില്ല, അതായിരുന്നു ഫസ്റ്റ്. പിന്നെ മറ്റന്നാളാണ് മറ്റേ ഇരിക്കുന്ന സീൻ എടുത്തത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അല്ലേ? ഏത് സീനാ മോനെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ സീൻ ഏതായിരുന്നു സിനിമയിലെ? ഏറ്റവും സങ്കടപ്പെട്ട സീന് ഇത് ലാസ്റ്റ് ആകുമ്പോഴേക്കും അമ്മ കണ്ടുപിടിക്കത്തില്ല, മകനിങ്ങനെ ലാസ്റ്റ് ആകുമ്പോഴേക്കും. സീനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതായിരുന്നു? എന്റേതോ? എന്തെന്ന് വെച്ചാ മറ്റേ അമ്മ വീൽ ചെയർ ഇങ്ങനെ പൊട്ടമെന്ന് പറഞ്ഞു പോകത്തില്ലേ, അങ്ങനെ മിച്ചറും കഴിച്ചോണ്ട് വരുന്ന പെട്ടിങ്ങനെ നെട്ടിങ്ങനെ നിൽക്കത്തില്ല. എടാ നീ നേരത്തെ പറഞ്ഞ നിനക്ക് ടഫ് സീൻ ആയിരുന്നല്ലോടാ നീ പറഞ്ഞത്, അതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ അല്ലേ? ടഫായിരുന്നെങ്കിലും ഉണ്ടല്ലോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അഡ്വഞ്ചർ ആണ് എനിക്ക് ഇഷ്ടമല്ല. അഡ്വഞ്ചർ അല്ല, പ്രേതമാണെങ്കിലും. ടോബിയങ്കിളിനോട് ഈ സിനിമയുടെ കഥാപാത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയുന്നത്? ടോബിയങ്കിളിന്റെ ക്യാരക്ടറിനെ പറ്റി അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നല്ലത് കുടിലം സൂപ്പറാണ്. ടോബിയങ്കിൾ ഫാൻ ബോയ്ക്ക് എത്രയേ ഉള്ളൂ പറയാനായിട്ട്. സിനിമ കണ്ടിട്ട് ഇത്രയും 2018 മിന്നൽ മുരളി ഇതൊക്കെ കണ്ടിട്ട് ടോബിയങ്കിൾ ഫാൻ ബോയ്ക്ക് ഇത്രേ പറയാനുള്ളൂ. ഇതും പറഞ്ഞ ഈ ഇന്നൊരു സന്ധ്യയാവും ഇത്രയും പറഞ്ഞ ഞാൻ പറഞ്ഞു. അതുപോലെ ഈ ലൊക്കേഷനിലെ ഫ്രണ്ട്സിനെ ഒക്കെ പറ്റി പറഞ്ഞല്ലേ, ലൊക്കേഷനിൽ ഇപ്പം ചിതു സാറുണ്ട്, ഗണപതി ഉണ്ട്, ടോബി അങ്കിൾ ഉണ്ട്, ഫർസാന ഉണ്ട്. അവരിൽ മോന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു? അവരില് ടോബി അങ്കിള്, ചിതു സാറ്, ഗണിച്ചേട്ടൻ. ടോബിനോട് നിനക്ക് അധികം കോമ്പിനേഷൻ സീൻ വരുന്നില്ലല്ലോ? അധികമാ എനിക്കാണ്. നേരത്തെ എനിക്ക് കുറച്ചേ ഉള്ളായിരുന്നു, സിനാൻ ചേട്ടയ്ക്കാണ് കൂടുതൽ. ലാസ്റ്റ് അവർ എനിക്ക് കൂട്ടി തന്നു, സിനാൻ ചേട്ടയ്ക്ക് കുറച്ച് തന്നു.
വിട്ടുവിടില്ല കേട്ടോ, ചേട്ടനെ വിട്ടുവിടില്ല. ശരിക്കും സിനാനായി നിങ്ങൾ രണ്ടുപേരും ഒരു സിനിമയുടെ കൂടെ ഉണ്ടായിരുന്നു പുതിയ പ്രൊമോഷൻ. ഇവന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആ പീക്കു, എത്രത്തോളം സിനാന്? എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെ തന്നെയാണ് പീക്കു. എനിക്ക് ഒരു അനിയനെ വേണമെന്നായിരുന്നു കൂടുതലാഗ്രഹം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ കൊണ്ട് നടക്കുന്നത്. പ്രൊമോഷനൊക്കെ പോകുമ്പോഴും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈവിടുന്നില്ല. പല വീഡിയോ കാണുമ്പോഴും ആരാ സിനാനാണെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ പീക്കുവിനെ അന്വേഷിക്കും, പീക്കു ആണെങ്കിൽ നേരെ സിനാന്റെ കൈ വന്ന് പിടിക്കും. ഭയങ്കര ബോണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? സിനിമ കഴിയുമ്പോൾ മിസ് ചെയ്യുമോ? ഈ പ്രൊമോഷൻ കഴിയുമ്പോൾ മിസ് ചെയ്യുമോ സിനാനായിട്ട്? എന്റെ വീട്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരോ, നീ പോവുകയാണ് പോകുന്ന പറ്റിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഒരു തവണ വന്നിട്ടുണ്ട് വിഷ്ണു ചേട്ടനെ കേട്ടു. എന്തായാലും സിനാനും പീക്കോനും ലൈഫിൽ ഇതുപോലെ നല്ല നല്ല ക്യാരക്ടേഴ്സ് തേടി വരട്ടെ. താങ്ക് യു.